everyone, welcome to G-Pod Class 7. It's me, Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ 7ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. നമുക്കിനി 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അഥവാ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ജസ്റ്റ് ഒരു ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ രണ്ട് കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സ്കൂളിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. രണ്ടാമതായിട്ട് ഈ ഒരു ചാപ്റ്റർ ടഫ് ആണോ ഈസി ആണോ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ സ്റ്റഡി അപ്ഡേറ്റ്സ്, ലൈവിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ, ലൈവിന് ശേഷമുള്ള നോട്ടുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ക്ലാസ് 7ന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം കേട്ടോ. എജ്യൂപോണിന്റെ ക്ലാസ് 7ന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കൂ. സോ നമ്മുടെ ക്ലാസ് 7ന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അഥവാ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് സബ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ, ലാർജ് ലാൻഡ് മാസസ് ആർ കോൾഡ് കോണ്ടിനെന്റ്സ് അഥവാ ഭൂഖണ്ഡങ്ങൾ. വലിയ കരഭാഗങ്ങൾ നമ്മൾ എന്ത് വിളിക്കുന്നു, കോണ്ടിനെന്റ്സ് അഥവാ ഭൂഖണ്ഡങ്ങൾ വിളിക്കുന്നു. ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഡിവൈഡ് ആസ് എ ലാർജ് കോണ്ടിനെന്റ് ഏരിയ ക്യാരക്ടറൈസ്ഡ് ബൈ ഡൈവേഴ്സ് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ആൻഡ് ക്ലൈമറ്റ്. അല്ലേ, അതായത് വിവിധ ഭൂമിശാസ്ത്രപരമായ വിഭാഗങ്ങളും കാലാവസ്ഥ വൈവിധ്യങ്ങളുമുള്ള വലിയ ഭൂഖണ്ഡ പ്രദേശമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇതിന്റെ ഏഷ്യയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും വേർതിരിക്കുന്ന ആരാണ്, പാമീർ പർവ്വതക്കെട്ടാണ്. ഇതിന്റെ ബൗണ്ടറീസ്, അതിർത്തികൾ പഠിച്ചു വെക്കണം. നോർത്ത് അഥവാ വടക്ക് ഭാഗത്ത് ആരാണ്, ഹിമാലയമാണ്. ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്ത് ആരാണ്, അരക്കൻ മൗണ്ടെയിൻസ് അഥവാ അരക്കൻ പർവ്വതനിരകളാണ്. വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്ത് ആരാണ്, ഹിന്ദുക്കുഷാണ്. സൗത്ത് അഥവാ തെക്ക് ഭാഗത്ത് ആരാണ്, ഇന്ത്യൻ ഓഷൻ അഥവാ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇതിന്റെ ബൗണ്ടറീസ് അഥവാ അതിർത്തികൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ ഇതിന്റെ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ അഥവാ ഭൂപ്രകൃതി സവിശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ ഹിമാലയവും പാകിസ്ഥാനിലെ ഹിന്ദുക്കുഷൊക്കെ ഉൾക്കൊള്ളുന്ന നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ്, ഉത്തര പർവ്വത നിരയാണ് എന്ത്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇതിന്റെ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ അഥവാ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഒന്നാമത്തെ ഏതാടാ, നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് അഥവാ ഉത്തര പർവ്വത നിരകളാണ്. ഇതിൽ ഹിമാലയവും ഹിന്ദുക്കുഷൊക്കെ ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമത് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തരേന്ത്യൻ സമതലമാണ്. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര പോലുള്ള 3 റിവേഴ്സ് ഉണ്ട്. ഈ 3 നദികൾ അതിന്റെ സെഡിമെന്റ്സ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടായിട്ടുള്ളതാണ് എന്ത്, സെഡിമെന്റ്സ് അവസാദങ്ങൾ. ആ അവസാദം നിക്ഷേപിച്ചിട്ടുള്ള അലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണാണ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. അടുത്തേതാണ് പെനിസുലാർ പ്ലേറ്റ് അഥവാ ഉപദ്വീപീയ പീഠഭൂമിയാണ്. 150 to 900 മീറ്റർ ഓഫ് എലവേഷൻ, 150 മുതൽ 900 മീറ്റർ വരെ ഹൈറ്റിലാണ് എന്ത് കാണാൻ പറ്റുക, പെനിസുലാർ പ്ലേറ്റ് അഥവാ ഉപദ്വീപീയ പീഠഭൂമി. ട്രയാങ്കുലാർ ഷേപ്പ് അഥവാ ത്രികോണാകൃതിയിലാണ്. പിന്നെ താർ ഡെസേർട്ട് അഥവാ താർ മരുഭൂമിയുണ്ട്. ലാസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സിലെ ദ്വീപുകളും തീരപ്രദേശങ്ങളും ഉണ്ട്. അല്ലേ, അതായത് എന്താ, ഇന്ത്യയുടെ ഭാഗമായുള്ള ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും പിന്നെ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായുള്ള ശ്രീലങ്കയും മാൽദീവ്സും ഒക്കെ എന്തിന്റെ ഭാഗമാണ്, ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം മക്കളോട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ, ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 7ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, ഇതൊന്ന് അയച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, പൊതുവെ ഇവിടെ മൺസൂൺ കാലാവസ്ഥ, അല്ലെ, മൗസിം എന്ന് പറയുന്ന അറബിക് വേർഡിൽ നിന്നാണ് എന്ത് വന്നത്, ഈ ഒരു മൺസൂൺ കാലാവസ്ഥ വന്നത് കേട്ടോ. അപ്പോൾ വിന്ററും അതേപോലെ തന്നെ എന്തുണ്ട്, സമ്മറും, ശൈത്യകാലവും ഉഷ്ണകാലവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഏതൊക്കെയാണ്, ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശമുണ്ട്, ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരമുണ്ട്, ഫിസിയോഗ്രഫി അഥവാ ഭൂപ്രകൃതിയുണ്ട്, പ്രോക്സിമിറ്റി ടു ഓഷൻ സാമുദ്രത്തോടുള്ള സാമീപ്യമുണ്ട്, വിൻഡ് അഥവാ കാറ്റുകൾ. ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിച്ചത്, നമ്മുടെ ഇന്ത്യയുടെ ഓരോ ഭാഗത്തും എന്ത് വരാൻ കാരണം, ഓരോരോ കാലാവസ്ഥ വരാൻ കാരണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, അതായത് മൺസൂൺ എന്ന് പറഞ്ഞ ഏത് ലാംഗ്വേജ് നാടാ, മൗസിം എന്ന് പറയുന്ന അറബിക് വേർഡ് അല്ലേ, അതായത് സീസൺസ് അഥവാ ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബിക് വേർഡ് നിന്നാണ് മൺസൂൺ എന്നുള്ളൊരു ഇംഗ്ലീഷ് വാക്ക് വന്നുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വേണമെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്തോ, നിങ്ങൾക്കൊന്ന് ഉറപ്പിക്കാനായിട്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തോ, ടൈപ്പ് ചെയ്തോ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റഡി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. 7ാം ക്ലാസ്സിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, കാര്യങ്ങളൊക്കെ സെറ്റ് ആവുള്ളൂ. സോ അതിൻ്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കുക കേട്ടോ. ഇനി നമ്മൾ ഇന്ത്യയുടെ അഗ്രികൾച്ചറിലേക്ക് വരികയാണെങ്കിൽ, നമുക്കറിയാം ഇന്ത്യയുടെ അഗ്രികൾച്ചറിൻ്റെ പല ഭാഗത്തും പലതാണ്, ബേസ്ഡ് ഓൺ റെയിൻഫോൾ ആണ്. അല്ലേ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തും ഓരോ തരത്തിലുള്ള സാധനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ദ അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ റെയിൻഫോൾ ആൻഡ് സോയിൽ. അല്ലേ, മണ്ണിനെയും മഴയും ആശ്രയിച്ചിട്ടാണ് ഇന്ത്യയിൽ അഗ്രികൾച്ചർ അഥവാ കൃഷി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, റൈസ്, ഹെവി റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിൽ, നല്ല മഴയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, റൈസ് കാണാൻ പറ്റും, നെല്ല് കാണാൻ പറ്റും. മോഡറേറ്റ് റെയിൻഫോൾ ആണെങ്കിൽ വീറ്റ് ആണ് കാണുക. പിന്നെ ഒരു ലോ റെയിൻഫോൾ ആണെങ്കിൽ അവിടെ പയറുവർഗ്ഗങ്ങളും മറ്റു ധാന്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിൽ മെയിനായിട്ട് 3 ക്രോപ്പിംഗ് സീസൺസ് അഥവാ 3
കാർഷിക കാലങ്ങളാണുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് എന്ന് പറഞ്ഞാൽ എന്താ, മൺസൂൺ സീസൺ ആണ്. മഴക്കാലത്താണ് മെയിനായിട്ട് എന്തുള്ളത്, ഖാരിഫ് ക്രോപ്പിംഗ് സീസൺ ഉള്ളത്. ഒരു മെയിനായിട്ട് പാഡി, നെല്ല്, കോട്ടൺ, ജൂട്ട് പോലുള്ളതാണ്. റാബി എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ടു നവംബർ ആട്ടോ. ഒക്ടോബർ മുതൽ നവംബർ വരെ തുടങ്ങിയിട്ട് ഒരു ഫെബ്രുവരിയിൽ എൻഡ് ചെയ്യുന്ന വിന്റർ സീസൺ ആണ് എന്ത്, റാബി എന്ന് പറഞ്ഞാൽ. ഖാരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൺസൂൺ ആണ്. റാബി എന്ന് പറഞ്ഞാൽ എന്താണ്, വിന്റർ ആണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സെയ്ദ് ഏതാണ്, സമ്മർ സീസൺ ആണ്. വാട്ടർമെലൺ, വെജിറ്റബിൾസ്, അതായത് ഈ ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെയാണ് എന്ത് ചെയ്യുക, ഇതിൽ കൃഷി ചെയ്യുക കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ ഇന്ത്യയിലെ ക്രോപ്സിനെ ക്ലാസിഫൈ ചെയ്ത് ഫുഡ് ക്രോപ്സും ക്യാഷ് ക്രോപ്സും ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഫുഡിന് കൺസ്യൂം ചെയ്യുന്ന ക്രോപ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഫുഡ് ക്രോപ്സ് അഥവാ ഭക്ഷ്യവിളകൾ. നേരിട്ട് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന വിളകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഫുഡ് ക്രോപ്സ് അഥവാ ഭക്ഷ്യവിളകൾ. കൊമേഴ്ഷ്യൽ സിഗ്നിഫിക്കൻസ് അഥവാ സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന വിളകളെ നമ്മൾ എന്ത് വിളിക്കുന്നു, ക്യാഷ് ക്രോപ്സ് എന്ന് വിളിക്കുന്നു. പിന്നെ നമ്മൾ എന്ത്, ഓയിൽ സീഡ്സ്, ഇന്ത്യയിൽ ഒരുപാട് എണ്ണക്കുരുക്കൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. റാപ്സീഡ്, മസ്റ്റാർഡ്, സോയാബീൻ, സൺഫ്ലവർ ഒക്കെ പോലെ. അത് മാത്രമല്ല ഫൈബർ ക്രോപ്സ് ഉണ്ടല്ലോ, അതായത് എന്തുണ്ട്, നാരുകൾ പോലെ കാണപ്പെടുന്ന കോട്ടണും ജ്യൂട്ടും എവിടെയുണ്ട്, ഇന്ത്യയിലുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക് റെയിൻ ഷാഡോ റീജിയൻ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഴ നിഴൽ പ്രദേശം എക്സാമിന് ചോദിക്കും. അതേപോലെ തന്നെ ഇന്ത്യയിലെ 3 ക്രോപ്പിംഗ് സീസൺസ്, ഈ 3 കാർഷിക കാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരാം. ഓരോ ക്രോപ്പ്, ഫുഡ് ക്രോപ്പ്, ഭക്ഷ്യവിളകൾ, ക്യാഷ് ക്രോപ്പ്, നാണ്യവിളകൾ, പിന്നെ ഓയിൽ സീഡ്സ്, എണ്ണക്കുരുക്കൾ, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഫൈബർ ക്രോപ്സ്, നാരുവിളകൾ, അതിനൊക്കെയുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, ഭൂപ്രകൃതി ഉണ്ടല്ലോ, അതിൻ്റെ അതിർത്തികൾ, ഭൂപ്രകൃതി, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിച്ചു വെക്കുക. അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതേപോലെ 1 വേർഡ് ക്വസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്തേക്കാം, ഇതിൽ എക്സാമിന് ചോദിച്ചേക്കാം. സോ ആൻസർ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ആദ്യം കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.